പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാസ്റ്റർ മാത്യു പറഞ്ഞ പോയിന്റിനോട് ഞാനത് അതുവരെ കേട്ടപ്പോൾ ഞാൻ കട്ട് ചെയ്തു. ഇവിടെ വന്ന് പിന്നെ പെട്ടെന്ന് സ്റ്റെപ്പ് കയറേണ്ടതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു. തീർച്ചയായിട്ടും പ്രേയറിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ വളരേണ്ടത്. സകല സപ്പോർട്ടും പാസ്റ്റർ മാത്യുവിന് കൊടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾക്ക് ദൈവവേലയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഞാൻ എത്ര ലെവലിലുള്ള ഏതൊരു പൊസിഷനിലുള്ള എങ്ങനെയൊക്കെ പോയാലും എത്ര തിരക്കുണ്ടെങ്കിലും ഈ ദൈവവേലയും ദൈവത്തിൻ്റെ ആ കാര്യവും വിട്ടിട്ട് മാറാനായിട്ട് എനിക്കൊരിക്കലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേർച്ചസുകൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു വലിയൊരു ശുശ്രൂഷയാണ്. അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് പാസ്റ്റർ മാത്യുവിന് കൊടുക്കുകയും പ്രാർത്ഥനയിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പാസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, എവിടെയൊക്കെ നമുക്ക് പോകാനുണ്ട്, എവിടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും, എവിടെയൊക്കെ നടന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും, എവിടെയൊക്കെ ഓടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും, എവിടെയൊക്കെ കാറിൽ കയറി ഇരുന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ദീസ് ആർ ദ തിങ്സ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചെറിയ ചെറിയ കുറവുകളോ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഗോഡ് നീഡ്സ് people, those who are energetic, those who are passion for Christ. ബില്ലിഗ്രാം പറഞ്ഞു, നിരാശനായിട്ടുള്ള ഒരാളെയും കൊണ്ട് യാതൊരു കാര്യവും ദൈവത്തിനില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടത്. നിരാശനായിക്കൊണ്ട് ഒരു കാര്യവും ഈ ലോകത്തിന് വേണ്ടി ആർക്കും ചെയ്യാൻ കഴിയില്ല, കർത്താവിന് വേണ്ടിയിട്ടും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ എനർജറ്റിക്കായിട്ട് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് സുമയുടെയും ഫിന്നിയുടെയും സാക്ഷ്യം കേൾക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. നല്ലൊരു ബ്ലോക്കും അതുമൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ അത് യൂട്യൂബിൽ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാനത് കേട്ടോളാം. ദൈവം അവരെ കൊണ്ടുവന്നു. ഇതൊക്കെ ഭയങ്കര ഒരു അത്ഭുതകരമായിട്ട് നിങ്ങൾ എത്ര പേര് അതിനകത്ത് സന്തോഷിക്കുക, എത്ര പേർക്ക് ഇതിൻ്റെ ആ ഡീപ്പ്നെസ് അറിയാൻ പറ്റും, എത്ര പേർക്ക് ആ ഒരു ഡീപ്പ്നെസ് അറിയാൻ പറ്റും അവരുടെ ലൈഫിനെ കുറിച്ച്. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് ദൈവം ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ സന്തോഷിക്കുകയും നമ്മൾ ആർത്തുല്ലസിക്കുകയും ആർത്തുഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. അതാണ് ദൈവത്തിൻ്റെ ആ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും ആ സാക്ഷ്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. കർത്താവ് അതുപോലെ നമ്മളെ നടത്തട്ടെ. സ്തോത്രം. നമുക്കൊരു പാട്ട് പാടാം. നോയൽ, റൈറ്റ്. സ്തോത്രം. താങ്ക് യു ജീസസ്. ആഴത്തിൽ പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. പ്രൈസ് യു ജീസസ്. താങ്ക് യു ഫാദർ. ആഴത്തിൽ കിടന്നു കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴത്തിൽ ഞാൻ കിടന്നു കൂരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി തൻ്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി തൻ്റെ മാർവോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു
യേശുവേ. Glory Jesus. Hallelujah. Thank you Father, we bless you Jesus. സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ലോക ഇമ്പങ്ങളിൽ ഞാൻ മുഴുകി, ലോകമോഹങ്ങളിൽ ഞാൻ കിടന്നു. ലോക ഇമ്പങ്ങളിൽ ഞാൻ മുഴുവിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. കാണിൽ ഒരു നാളും സ്വർഗ്ഗതാരം, ഹൃത്തിൽ ഗൂഢമായി ഞാൻ ഉറച്ചു. കാണിൽ ഒരു നാളും സ്വർഗ്ഗതാരം, ഹൃത്തിൽ ഗൂഢമായി ഞാൻ ഉറച്ചു. ചേർന്ന് പാടാം, എല്ലാവർക്കും ചേർന്ന് പാടാം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും നിന്റെ മക്കളുടെ മേൽ നീ ധാരാളമായി കൊടുക്കണമേ കർത്താവേ. യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. Thank you Father, thank you Jesus. Hallelujah. കർത്താവേ, എന്നെ തേടി എത്താത്ത ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് എന്താണ്, ദൈവം എന്നെ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് സഹായിക്കും, ദൈവം ശരിക്ക് റിയലി ഉണ്ടോ, ദൈവത്തിൻ്റെ കൃപ എനിക്ക് അനുഭവിക്കാൻ കഴിയുമോ, ഇങ്ങനെ എത്രയോ ചിന്തകളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേര് പൂർണ്ണമായിട്ടും ഈ കർത്താവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരുപക്ഷെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, നമുക്കൊരുപക്ഷെ പാടാനുള്ള കഴിവുണ്ടായിരിക്കാം, നമുക്കൊരുപക്ഷെ പല കാര്യങ്ങൾക്കും നമ്മൾ ശക്തരെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഒരു ശ്വാസമത്രേ മനുഷ്യൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്നുമല്ല എന്ന് ചിന്തിക്കുവാൻ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ പൂർണ്ണമായിട്ടും? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയണം, നിന്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം, നിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലൂടെ എനിക്ക് നടക്കണം എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ കംഫോർട്ടബിൾ സോണിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ച് മാറുവാൻ തക്കവണ്ണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടുന്നതാണ്. നമുക്ക് സമയക്കുറവുണ്ടാകാം, നമുക്ക് പ്രയാസങ്ങളുണ്ടാകാം, നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം, നമ്മളെ പലരും ആശ്രയിക്കുന്നുണ്ടാകാം. ഇതൊക്കെ ഒരു മാറ്ററാണ്, ഒരു ഫാക്റ്റാണ്, ഒരു റിയാലിറ്റിയാണ്. പക്ഷേ നമ്മൾ എവിടെയാണ് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്? ദൈവത്തിന് വേണ്ടി നമ്മൾക്ക്
ഇറങ്ങിത്തിരിക്കുവാൻ, നമുക്ക് ചെയ്യുവാൻ, നമുക്ക് പല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മൾ എവിടെയാണ് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ കംഫോർട്ടിനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. സ്തോത്രം. പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. നമ്മൾ അപ്പവീഞ്ഞുകളിലൂടെ നമ്മൾ കടന്നുപോയി. അവൻ്റെ മരണത്തെയാണ് പ്രസ്താവിച്ചത്. അവൻ്റെ മരണം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ തന്നിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസും അവൻ്റെ ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അവൻ്റെ മരണത്തെ ക്യാരി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അവൻ്റെ മരണത്തെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ സങ്കല്പങ്ങളെയും എൻ്റെ വിചാരങ്ങളെയും എൻ്റെ കോട്ടകളെയും ഒക്കെ തകർക്കാൻ പറ്റുന്ന ഒരു ദൈവശക്തി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ അനുസരിക്കുവാൻ മടി കാണിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിനെ അനുസരിക്കുവാൻ തയ്യാറായിട്ട് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുന്നേറുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജഡം ഹല്ലേലൂയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആത്മാവിൽ ശക്തിയോടെ നിൽപ്പാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം കടന്നു വരും. അതിനായിട്ടാണ് നമ്മൾ തിരുവചനത്തിന് മുമ്പിൽ ആയിരിക്കുന്നത്. കർത്താവ് നമ്മളെ ആ രീതിയിലാണ് നടത്തേണ്ടത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ വലിയൊരു പ്രസംഗമൊന്നും പ്രസംഗിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചെറിയ കാര്യങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഏതാണ്ട് 20ഓളം വരുന്നതായിട്ടുള്ള വയനാട്ടിൽ നിന്നുള്ള കുട്ടികളെ ഞാൻ മീറ്റ് ചെയ്തു. ഇന്നലെ USA ക്യാമ്പസിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. 20 നല്ല യങ്സ്റ്റേഴ്സാണ്. ഡിസാസ്റ്ററിലൂടെ അവർ പൂർണ്ണമായിട്ടും അവർ കടന്നു പോയിട്ടില്ല. എന്നാൽ അവരുടെ ഫ്രണ്ട്സ് കടന്നു പോയിട്ടുണ്ട്. അവരുടെ ചില റിലേറ്റീവ്സ് കടന്നു പോയിട്ടുണ്ട്. അവരുടെ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവരോട് കൂടെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുടെ പലരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാർ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറഞ്ഞാൽ അവർ കർത്താവിനെ പൂർണ്ണമായിട്ടും അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും പിൻപറ്റാൻ കഴിയുന്നത്? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥ വരുമ്പോഴാണ്, ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കവനെ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ദൈവത്തെ കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ ചിലപ്പോൾ നമുക്ക് ലഭിച്ചെന്നിരിക്കും. അതല്ലാതെ പിന്നീട് സാഹചര്യങ്ങൾക്കൊരു മാറ്റം വന്ന് ഈ കംഫോർട്ടെല്ലാം മാറി, ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു കംഫോർട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ദൈവത്തെ മറക്കുന്ന അനുഭവത്തിലേക്കായിരിക്കും നമ്മൾ കടന്നു വരുന്നത്. നമ്മളത് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്? ഫെയ്ത്ത്, വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കറിയാവുന്നൊരു വലിയൊരു വചനമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു വലിയ അസറ്റ് എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ്. അവിടെ പറയുന്നുണ്ട് പെർസിവറൻസ് ആണ്. ഈ സഹിഷ്ണുത നമ്മൾ അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ കഷ്ടത കൊണ്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചു എന്ന് പറയാനുള്ളൂ. ഈ കഷ്ടതയിൽ നമ്മൾ ആരെ നോക്കുന്നു? സങ്കീർത്തനം 121 നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കള് അവരുടെ യാത്രയിൽ ദൈവത്തെ കാണുവാൻ ആരാധിക്കുവാൻ പോകുന്ന യാത്രയിലാണ് ഈ 121-ാമത്തെ സങ്കീർത്തനം കടന്നു വന്നിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? മണിക്കൂറുകളും കിലോമീറ്ററുകളും അവർ ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കള്ളന്മാരുടെ ശല്യം,
അവരെ ഉപദ്രവിക്കുന്നവരുടെ ശല്യം, ഇസ്രായേൽ മക്കളോട് എതിർക്കുന്നതായിട്ടുള്ള ശത്രുക്കളുടെ ശല്യം, ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത്. ഇത് കണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സഹായം എവിടെ നിന്ന് വരും, അത് യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം അവർ കഴിഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ യഹോവയിൽ നിന്ന് എൻ്റെ സഹായം വരും എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും യെശയ്യാവിൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു 30-ാമത്തെ വാക്യം, 30-31 വാക്യങ്ങൾ കഴുകനെ കുറിച്ച് പറയുന്നല്ലേ. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ. നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നിട്ട് വേണം യഹോവയെ കാത്തിരിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആക്ച്വലി നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. യഹോവയെ കാത്തിരിക്കുന്ന ജീവിത രീതിയും ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിൻചെല്ലേണ്ടുന്ന ഒരു പ്രത്യേകതയുള്ള ജീവിതമാണ്. ഇതാണ് ഒരു ഹാബിറ്റ് എന്നൊക്കെ പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ അവൻ ശക്തിയെ പുതുക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രയാസത്തോടും കഷ്ടതകളോടും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ആനന്ദിനെ ഇവിടെ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്, ഒരുപാട് ഡെലിബറേഷൻസും ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ഇന്നാണ് ഒരു സൗകര്യം ഇവിടെ കടന്നു വരാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ ചെയ്സൺ അല്ലേ, പാസ്റ്റർ ചെയ്സൺ അല്ലേ? റൈറ്റ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മളില്ല, നേരിട്ട് കണ്ടിട്ടില്ല. റൈറ്റ്. ജെറിൻ്റെ ഫാദറാണ്. റൈറ്റ്. പല വിധങ്ങളിലുള്ള ലൈഫ് സിറ്റുവേഷൻസിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന കഷ്ടത കാണുമ്പോൾ അവൻ ആരിലേക്ക് നോക്കുന്നു, അവൻ എങ്ങനെ നോക്കുന്നു, അവൻ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് അവൻ്റെ വിശ്വാസത്തെ കാണിക്കുന്ന ഒരു പ്രതീകമാണ്. ഹല്ലേലൂയ. നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയാണ് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത എന്താ സംഭവിക്കുന്നത്? സിദ്ധതയെ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ഒരു സ്വഭാവത്തിൽ ഒരു വലിയ വ്യത്യാസമാണ് കടന്നു വരുന്നത്. പ്രൈസ് ഗോഡ്. ഒരു മാസം കാലൊടിഞ്ഞ് വീട്ടിലിരുന്ന സൂസനോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടറിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് സൂസൻ പറയും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാലൊടിയുന്നതും ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള പ്രയാസമൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ ദൈവം കാണാത്തത് കൊണ്ടാണ്, ദൈവം അതിനെ ഉപേക്ഷിച്ചിട്ടിരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ദൈവത്തിന് ചില പദ്ധതികളുണ്ട് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും. ഈ വചനം വായിക്കുമ്പോൾ ഇതിനകത്തൊരു തിയോളജിക്കൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്ന ഇതാണ്. ദൈവശാസ്ത്രപരമായിട്ട് നമ്മളോട് പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തി അവൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെയും പ്രാരാബ്ദങ്ങളെയും പ്രക്ഷുബ്ധതയെയും അവൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് അവൻ്റെ വിശ്വാസത്തെ മെഷർ ചെയ്യാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അവൻ പറയാണ് എനിക്ക് കഷ്ടത വന്നത് നന്നായി, എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഫെയ്ത്ത് ഈസ് വർക്കിംഗ് ഓൺ ഹിം. ഹല്ലേലൂയ. എത്ര പേരിൽ വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ഒരു രോഗസൗഖ്യം വന്നു കഴിയുമ്പോഴത്തേക്കും വിശ്വാസം വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വാസത്തിൻ്റെ വർധനയായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? രോഗസൗഖ്യമൊക്കെ വന്ന് സുഖമായിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഏത് ദൈവം സുഖപ്പെടുത്തുന്ന പാസ്റ്റർ പറയണതെന്ന് ചോദിക്കും എന്നോട് തന്നെ. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്. രോഗസൗഖ്യം നല്ലതാണ്. അതുകൊണ്ടാണ് കർത്താവ് കടന്നു വന്നത് രോഗികളെ സൗഖ്യമാക്കാനൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ്. കർത്താവ് കടന്നു വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവൻ്റെ ശുശ്രൂഷ. വേറൊരു ശുശ്രൂഷയും അവന് പ്രൈമറി ആയിട്ടില്ല. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു ഈ കർത്താവിൻ്റെ ജീവിതത്തെ
നേരിട്ട് പൂർണ്ണമായ അർത്ഥത്തിൽ കാണാത്ത പൗലോസ് പറഞ്ഞു, എനിക്ക് അവനെ കൂടുതലായിട്ട് അറിയണം. അപ്പോൾ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ വളർച്ചയിലേക്ക് പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യങ്സ്റ്റേഴ്സിനോട് പറയുന്ന ഒരു കാര്യം, ദമാസ്കസിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു അനുഭവം കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു അനുഭവം കൂടെ വേണം. എന്താണെന്നറിയോ? തോമസിൻ്റെ അനുഭവം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന 2 അനുഭവങ്ങൾ ഇതാണെന്നാണ് ഞാൻ ഇപ്പോൾ പഠിച്ചേക്കുന്നത്. ഇനിയും അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. ദമാസ്കസിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, യേശുവിനെ വിശ്വസിക്കുന്നവരെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം മുദ്രപത്രവുമായിട്ട് പോയ പൗലോസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കണ്ടപ്പോഴ്, സാധാരണ നമ്മൾ നീന്തൽ അറിയാത്ത ഒരു വ്യക്തി വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആദ്യം വിളിക്കുന്നത്? ദൈവമേ എന്ന് വിളിക്കും. അപ്പൊ തന്നെ കുറച്ചധികം വെള്ളം ഉള്ളിലേക്ക് കയറും. ശരിയല്ലേ? അതുപോലെ പൗലോസും വിളിച്ചു. കർത്താവിനെ അറിഞ്ഞിട്ട് വിളിച്ചതൊന്നുമല്ല, കർത്താവേന്ന് വിളിച്ചു. നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെയാണ് ഞാൻ. ഇതൊരു വലിയൊരു അനുഭവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊരു വലിയ അനുഭവം. നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെ അവനൊരു പ്രകാശത്തിൽ അവൻ്റെ ശബ്ദം കേട്ട് അവനിലേക്ക് നോക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ കാഴ്ച പോയെങ്കിലും അവൻ കേട്ട ആ ശബ്ദത്തിൻ്റെ ആ ഗാംഭീര്യം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തെ വഴിവിട്ട രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഫോക്കസ് ഇല്ലാത്ത രീതിയിൽ, പർപ്പസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഈ കർത്താവ് ചില സന്ദർഭങ്ങളിൽ ദൈവവചനവുമായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കാറില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, മകനെ നീ വീണ്ടും എന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണോ? സ്തോത്രം. ഒരു തവണ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചതാണ്. ഒരു തവണ ഞാൻ മരിച്ചു, അത് മതി നിനക്ക്. പക്ഷെ ഇപ്പം നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ വീണ്ടും എന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനെ അറിയാത്ത ഒരു ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു അനുഭവം കടന്നു വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരണത്. അങ്ങനെ വരുമ്പോൾ ഞാൻ സഹിഷ്ണുതയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും, പെർസിവറൻസിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങും. ആ പെർസിവറൻസും ആ സഹിഷ്ണുതയും എൻ്റെ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ മോഡുലേഷനാണ് നടത്തുന്നത്, ഒരു വലിയ ചേഞ്ചാണ് വരുത്തുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഷെയർ ചെയ്തപ്പോൾ, ഡിസ്കസ് ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. പാകൂട്ടത്തിൽ പറഞ്ഞ സമയത്ത് എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 ഞാൻ കടന്നു പോയപ്പോഴേ ഈ ദൈവവചനത്തിൽ ഇത്രയും കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള ഒരാൾ എന്നോട് ചോദിച്ചു. അവിടെ പറയുന്നത് ഇതാണ്, ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അത്, ദേഹിയെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിരിക്കുവാൻ കഴിവുള്ളതാണ്. പ്രൈസ് ഗോഡ്. ആലോചിച്ച്, ദേഹി ആത്മാവിനോട് സംസാരിക്കുന്ന, വിവേചിക്കുന്ന, മാർക്കറ്റിൽ ലഭിക്കാത്ത ഒരൊറ്റ വസ്തു ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ പറ്റും? എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള ഒരേ ഒരു വസ്തുത, ദേഹി ആത്മാവിനോട് സംസാരിക്കുന്ന, വിവേചിക്കുന്ന, എന്നെ മാറ്റം വരുത്തുന്ന ഒരേ ഒരു വസ്തു എന്ന് പറഞ്ഞ ഈ ദൈവവചനം, വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. അദ്ദേഹം ആ വചനം ആദ്യമായിട്ട് കേൾക്കുവാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആകെപ്പാടെ ഒരു പ്രയാസത്തിലായിപ്പോയി. ദൈവവചനം നമ്മളോട് സംസാരിക്കും, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. പലതും നമ്മൾ ലേൺ ചെയ്യാനുണ്ട്. നമ്മൾ പലതും പഠിച്ചിട്ട് നമ്മൾ വന്നിരിക്കുന്നവർക്ക് അതിനെ അൺലേൺ ചെയ്യാതെ പലതും തിരിച്ച് പഠിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, സക്കായി കടന്നു വന്നതുപോലെ നമ്മൾ ചിന്തിക്കുന്നത്.
സക്കായി മരത്തിന്റെ മുകളിൽ കയറി യേശുവിനെ നോക്കി. യേശു സക്കായിയെ വിളിച്ച് താഴെ വരുത്തി. അപ്പൊ സക്കായി വിചാരിച്ചെന്താണ്? സക്കായിയോട് കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. എന്താ സംസാരിക്കാൻ പോകുന്നത്? എടാ നീ വന്നേ, നീ എന്തൊക്കെയാ ചെയ്തേക്കണേ? നീ ഇങ്ങനെയൊക്കെ പോയാൽ നടക്കുമോ? നീ ഇതൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ നീ നല്ല രീതിയിൽ ജീവിക്കണ്ടേ? ഇങ്ങനെയൊക്കെ ഒരു സംസാരം കർത്താവിൽ നിന്ന് വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രതീക്ഷയോടും ഒരു വലിയ വൈക്ലഭ്യത്തോടും നിൽക്കുന്ന സക്കായിയോട് പറഞ്ഞു, ഞാനിന്ന് നിന്റെ വീട്ടിലേക്ക് വരാൻ പോവാ. ഷോക്കല്ലേ പ്രിയമുള്ളവരെ? ദമാസ്കസിൻ്റെ അനുഭവത്തിൽ പൗലോസിനുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. ഞാൻ ഈ പറയുന്നത് ദമാസ്കസിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പൗലോസിനുണ്ടായ അതേ അനുഭവത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനവുമായി നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ചില വചനത്തിൻ്റെ ശബ്ദം നമ്മളെ ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ നമുക്കൊരു ചേഞ്ച് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് അതിനെ അടിസ്ഥാനപ്രദമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റണം. വിശ്വാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതിക്രിയകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതല്ലാതെ നമ്മൾ ഈ പുറമേ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. രോഗസൗഖ്യം വരുന്നതോ പിശാച് പുറത്താക്കുന്നത്, ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവം നമുക്ക് കൃപയാൽ തന്നിരിക്കുന്നതാണ്. സ്തോത്രം. ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളല്ല. വലിയ വലിയ കാര്യങ്ങൾ വിശ്വാസത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന സഹിഷ്ണുതയിലൂടെ കടന്നു വരുന്ന ക്യാരക്ടർ ചേഞ്ചുമാണ്, ക്യാരക്ടർ മോഡുലേഷനുമാണ്. വ്യത്യാസം, സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം. പ്രാർത്ഥനയോടുള്ള പാഷൻ നമുക്കുണ്ടാകും. എന്തുകൊണ്ടാണ് നമുക്ക് ലീവ് എടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഓടിയൊന്നും ചെല്ലാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഒരു വീട്ടിലേക്ക് നമുക്ക് ഓടി ചെല്ലാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഒരു രോഗിയെ കാണുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള കൺസേൺ നമുക്ക് വരാത്തത്? എന്തുകൊണ്ടാണ്? ഒരു ഡ്രഗ് അഡിക്റ്റിനെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആ കൺസേൺ വരുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് കരയുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് ഉരുകുന്നില്ല? ഹല്ലേലൂയ. നമ്മുടെ ക്യാരക്ടർ മോഡുലേഷൻ്റെ പ്രശ്നമാണ് പ്രിയമുള്ളവരെ. നമ്മളത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ നമ്മുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ സൽപ്രവൃത്തിക്കായിട്ട് കൈപ്പണിയാൽ, അവൻ്റെ കൈപ്പണിയാൽ, എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ കൈപ്പണിയാൽ, അവൻ്റെ കൈകൊണ്ട് സൽപ്രവൃത്തിക്കായിട്ട് നമ്മളെ സൃഷ്ടിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ ചേഞ്ച്. വീണ്ടും പറയുന്നത്, ഈ സഹിഷ്ണുതയും സിദ്ധതയും ഈ സ്വഭാവ രൂപീകരണവും കർത്താവിനെ കുറിച്ചുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുകയാണ്. എൻ്റെ വിശ്വാസത്തിൽ അതല്ലേ വേണ്ടത്? ദൈനംദിനം ഡൈനാമിക്കായിട്ട് പ്രത്യാശ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് എന്താ അടിസ്ഥാനം പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം അവിടെ പറയുന്നുണ്ട്, താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 3 മുതൽ 5 വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന കാര്യം, നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, അത് നമ്മളെ പ്രത്യാശയിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സ്തോത്രം. എൻ്റെ വിശ്വാസം അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വരുന്ന കഷ്ടതയും എനിക്ക് വരുന്ന പ്രയാസങ്ങളും എന്നിൽ ഉളവാക്കുന്ന സഹിഷ്ണുതയും എന്നിൽ ഉളവാക്കുന്ന രൂപാന്തരവും എന്നിൽ ഉളവാക്കുന്ന പ്രത്യാശയെക്കുറിച്ചുള്ള ചിന്തയും അത് കർത്താവിനെ കുറിച്ചുള്ള ആ സ്നേഹം ആഴത്തിലാക്കുവാനായിട്ട് മതിയായതാണ്. നമുക്ക് ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹം ആഴത്തിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ, വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ വേദനയെ ഒന്നും കാണാതെ പോകുന്ന ഒരു കാര്യമല്ല. അത് ഡിനൈ ചെയ്യുന്ന ഒരു കാര്യമല്ല. ശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ശ്വാസത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാം, പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ നടക്കുന്നത്, ഇതൊക്കെ എപ്പോൾ നടക്കും? അങ്ങനെയുള്ളൊരു കാര്യമല്ല. സാഹചര്യങ്ങളുടെ ആ ഒരു ക്രൈസിസിനേക്കാൾ
എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വസ്തുതയാണ് നമ്മളിൽ ഉളവാക്കിയിരിക്കുന്ന ഈ വിശ്വാസം എന്ന് പറയുന്നത്. ബ്രോഡ് മൈൻഡായിട്ട്, വിശാലമായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ കാണുവാനും ആ പ്രശ്നങ്ങളിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകുവാനും കർത്താവ് നമ്മളെ സഹായിക്കുകയാണ്. അതിനാണ് നമ്മളെ ചേഞ്ച് ചെയ്യുന്നത്, നമ്മളെ രൂപാന്തരം വരുത്തുന്നത്. ആ രീതിയിൽ ഒരു വിഷ്വലൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, ആ രീതിയിൽ അതിനെ വീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ക്രൈസിസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു 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 കാര്യം തന്നെയാണ്, ഒരു പ്രോസസ്സാണ്. എന്തുകൊണ്ടത് പറയാൻ കാര്യം? 1 പത്രോസിലേക്ക് നമുക്കൊന്ന് പോയാൽ അതിൻ്റെ 1:17 നമ്മൾ ആരാ? വി ആർ സോജോണേഴ്സ്. നമ്മൾ ആരാണ്? നമ്മൾ പരദേശികളാണ്. കഥാ പറയുന്നത് അവിടെ പരദേശികളായിട്ട് പാർത്തിരിക്കുന്ന നമ്മളെക്കുറിച്ച്. അതുപോലെ 1 പത്രോസ് 2:11 പറയുന്നുണ്ട് ഈ വാക്ക് തന്നെ. നമ്മൾ ഈ ലോകത്തിൽ ഒരു ട്രാൻസിറ്റിങ് ആൾക്കാരല്ലേ. എന്താണ്, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, US പോകുമ്പോൾ ഹോങ്കോങ് വഴിയോ ദുബായ് വഴിയോ ഒക്കെ പോകും. പക്ഷെ ദുബായിയോ ഹോങ്കോങ്ങോ നമുക്കൊരു ട്രാൻസിറ്റിംഗ് പ്ലേസാണ്. അവിടെ ചെന്ന് ഇറങ്ങുന്നുള്ളൂ, ആ സ്ഥലം നമ്മുടെ സ്ഥലമല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ലോകത്തിൻ്റെ സിറ്റിസൺ അല്ല, മറിച്ച് ഞാൻ സ്വർഗത്തിൻ്റെ സിറ്റിസണാണ്. ഈ ലോകത്തിൽ ഞാൻ എങ്ങനെയാണ് ആയിരിക്കുന്നത്? ഈ ലോകത്തിൽ ഞാൻ ഒരു അംബാസഡർ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അംബാസഡർ എന്ന് പറയുന്ന ആരാ? ഒരു അംബാസഡർ എന്ന് പറയുന്ന ആള് ആരായിരിക്കും? ഇന്ത്യയുടെ അംബാസഡർ, സ്ഥാനപതി. ഇന്ത്യയുടെ അംബാസഡർ എവിടെയാണ് ഇരിക്കുന്നത്? ഇന്ത്യയിലാണോ ഇരിക്കുന്നത്? അമേരിക്കയിലെ ഇന്ത്യയിലെ അംബാസഡർ എവിടെ ഇരിക്കും? അമേരിക്കയിലിരിക്കും. റഷ്യയിലെ ഇന്ത്യയുടെ അംബാസഡർ എവിടെ ഇരിക്കും? റഷ്യയിലിരിക്കും. സ്തോത്രം. ക്രിസ്തുവിൻ്റെ അംബാസഡറാണ് നമ്മൾ, സ്ഥാനപതികളാണ് നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഈ ലോകത്തിൽ പരദേശികളായിട്ട് നിർത്തിക്കൊണ്ട് അമേരിക്കയിൽ ചെല്ലുമ്പോൾ IFS എടുത്ത ഒരാൾ, അവൻ പരദേശിയായിട്ട് അവിടെ നിൽക്കുന്നത്. പക്ഷെ അവൻ ആരാണ്? അവൻ അവിടുത്തെ ഇന്ത്യയുടെ സ്ഥാനപതിയാണ് എന്ന് പറഞ്ഞതുപോലെയാ. നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുന്നുണ്ട് സ്വർഗത്തിലെ സ്ഥാനപതിയായിട്ട്, യേശുവിൻ്റെ സ്ഥാനപതിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ കാണുന്ന ആ ആഴത്തിലാണ് പ്രിയമുള്ളവരെ. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പൊസിഷനുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയാറില്ല. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഡെഫിനിഷൻ കറക്റ്റാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ബ്രോഡറായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസത്തിന് ഉതകുന്ന ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് ഞാൻ വരണ്ടേ? എന്നാലല്ലേ കാര്യമുള്ളൂ. എന്നെ എന്തിനാണ് ദൈവം പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിൽ? എൻ്റെ പർപ്പസ് എന്താണ്? എൻ്റെ വിശ്വാസത്തിൻ്റെ പർപ്പസ് എന്താണ്? ഞാൻ ആയിരിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പാതയിൽ നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ എബ്രാഹിമിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്, മോശയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഹല്ലേലൂയ. തലമുറകളെ എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവം പറഞ്ഞത് കേട്ട് ഇറങ്ങി വന്നു. അവൻ്റെ പൊസിഷൻ അവന് മനസ്സിലായി, എബ്രഹാമിന്. മോശ, ഞാൻ ഓരോരുത്തരെയും, അപ്പം അത് വേറൊരു സബ്ജക്റ്റായിട്ട് അവിടെ വിടട്ടെ. നമ്മൾ ചിന്തിക്കണം, നമ്മളായിരിക്കുന്ന എൻ്റെ വിശ്വാസം അതെന്താണ്? ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ വിശ്വാസം ഞാൻ എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? ആ വിശ്വാസത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ആ വിശ്വാസത്തിൽ എന്താണ് എന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൽ പല കാര്യങ്ങൾ കടന്നു വരും. നമ്മൾ അറിയാത്തതും നമ്മൾ അറിഞ്ഞതും നമ്മൾ പ്രതീക്ഷിക്കാത്തതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇതൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ക്ലീൻ ഷേവ് ചെയ്ത് ബ്ലാക്കും വൈറ്റും ഒക്കെ ഇട്ട് ഒരു ജുബ്ബ, എന്നെ പോലെ ഒരു ജുബ്ബയൊക്കെ ധരിച്ച് ആഭരണമൊക്കെ ഊരി ഇങ്ങനെ നടക്കാനല്ല ദൈവം നമ്മളെ
പ്ലാൻ ചെയ്തു. അതൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അതിനൊന്നും അല്ല ദൈവം നമ്മളെ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ രൂപീകൃതമായതാണെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:10 നമുക്കറിയാവുന്നൊരു വാക്യം. അത് 7 or 8 കപ്പൽ ഛേദം കഴിഞ്ഞു, അണലി കടിച്ചു ചുറ്റി, മരണകരമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെ കടന്നുപോയി, അടിച്ചു പിടിച്ചു, ജയിലിലിട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടും അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? ഫിലിപ്പിയർക്ക് 3:10 എനിക്ക് നിന്നെ ഇനിയൊന്ന് അറിയണം. സ്തോത്രം, ഹല്ലേലൂയ. അറിഞ്ഞിട്ടില്ല ഇതുവരെ. ആലോചിച്ച് നോക്കി, എനിക്ക് എൻ്റെ കർത്താവിനെ ഇനിയും അറിയണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കർത്താവിനെ എനിക്ക് ഇനിയും അറിയണമെന്ന്? പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ മോശ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല എന്നുള്ളത് മോശക്കറിയാം. മോശ വലിയ ലീഡറാണ്. മോശ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അല്ലയോ ദൈവമേ, എനിക്ക് നിന്റെ മഹത്വത്തെ ഒന്ന് കാണിച്ചു തരാമോ? എന്തൊരു ചോദ്യം, എന്തൊരു സിൻസിയർ അല്ലേ ജോസഫ് അങ്കിൾ? എന്തൊരു സിൻസിയർ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം ആരെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങയുടെ മഹത്വത്തെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് വേണ്ടേ? നമുക്കൊരു ബന്ധം വേണ്ടേ? അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാ. സ്തോത്രം. നമ്മൾ പരദേശിയാണ്. നമ്മുടെ സ്വഭാവം. യോബ് 1:20-21 നമ്മൾ വായിക്കുന്നത്, യോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അങ്ങോട്ട് കടന്നു വന്നു. ഈ കഷ്ടതകളെല്ലാം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവനറിയില്ലല്ലോ, പക്ഷെ ദൈവത്തിനറിയാം. ദൈവം അനുവദിച്ചിട്ടാണ് ഈ കഷ്ടതകളെല്ലാം കടന്നു വന്നത്. നമുക്കൊരു വലിയ പ്രിൻസിപ്പിൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. കാരണം ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വേലി പൊളിച്ചു കൊടുക്കുന്ന ഇച്ചിരി ദൈവമാണ്. പിന്നെ നമ്മളും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പൊളിച്ചു കൊടുക്കും. അപ്പം പിശാച് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചോളും. സ്തോത്രം. കൊതുകിൻ്റെ എറണാകുളത്ത് 6 മണിക്ക് ശേഷം കൊതുക് നെറ്റിട്ടിട്ടുള്ള സാധനം അത് തുറന്നു വെച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? എല്ലാ കൊതുകും കൂടെ അതിനകത്ത്. ഈ കൊതുകെന്ന് പറയുന്നത് ഒരു പിശാചാ. ഒന്ന് കൂട്ടിക്കോ. പിശാചും ദൂതന്മാരും എല്ലാം അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കയറി അങ്ങ് വരും. എന്തുകൊണ്ടാണ് കയറി വന്നത്? കയറി വരാനുള്ള കാരണം നമ്മൾ തുറന്നു കൊടുത്തോണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പറയുന്നത് കൃപയുടെ കുടയുടെ കീഴിൽ ഞാനും നിങ്ങളും നിൽക്കുവാണെങ്കിൽ ദൈവം ഒരു പ്രൊട്ടക്ഷന്റെ വലയം നമുക്ക് ചുറ്റും ഇട്ടിട്ടുണ്ട്. ആർക്കും അത് ഭേദിക്കാനായിട്ട് കഴിയില്ല. അത് യോബിന്റെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഭേദിച്ചു, യോബിന് കഷ്ടമുണ്ടായി. അപ്പോൾ 20-21 എന്താ പറയുന്നത്? അവിടെ വാക്യം ഇങ്ങനെ പറയുന്നത്, നഗ്നനായി ഞാൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയൂ? ഇന്ന് പുതിയ നിയമ വിശ്വാസികൾ പ്രോസ്പെരിറ്റി ഗോസ്പലിൽ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരിങ്ങനെ പറയൂ? ആരെങ്കിലും യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് ആരെങ്കിലും പറയൂ? എന്നോടൊരു ദേവദാസൻ പറഞ്ഞത് യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറയുന്നത് ബൈബിളിൽ തെറ്റിപ്പോയതാണെന്നാണ് പറയുന്നത്. എഴുതിയപ്പോഴേ ബൈബിളിൽ ചില തെറ്റുകളൊക്കെ വരും. അങ്ങനെ ഒരു തെറ്റിതാണ്. ഇതൊരു ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്ന കാര്യമാണ്. ദേവദാസൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് ശരിയല്ല, അങ്ങനെയൊന്നുമല്ല, ബൈബിളിൽ തെറ്റില്ല. ദൈവശ്വാസീയമായിട്ടുള്ള വചനമാണെങ്കിൽ ബൈബിളിൽ തെറ്റില്ല. ഇത് കാണിക്കുന്നത് എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്, ഇതൊരു മനോഭാവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കാര്യം പറിച്ചെടുത്താൽ, നമ്മളിൽ നിന്നൊരു കാര്യം നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് പ്രിയമുള്ളവരെ? ഇതൊരു ആറ്റിറ്റ്യൂഡ്, ഇത് വിശ്വാസത്തെ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമാണ്. അല്ലേ ജയേഷ് ബ്രദർ? ശരിയല്ലേ? പ്രൈസ് ഗോഡ്. വിശ്വാസത്തെ കാണിക്കുന്ന ഒരു മനോഭാവം. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുക. വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രൈസിസും ഡിസാസ്റ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ, ഒരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ചിന്തിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. എന്താണെന്നറിയോ? വി സീക്ക് കംഫർട്ട്
ഇൻ ദ പ്രസൻസ് ആൻഡ് പ്രോമിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വാഗ്ദാനവും മുറുകെ പിടിക്കുന്ന ഒരനുഭവത്തിലേക്ക് അവൻ കടന്നു പോകും. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വാഗ്ദാനവും, ഒന്ന് പറഞ്ഞേ, തലയെ കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വാഗ്ദാനവും മുറുകെ പിടിക്കുന്ന ഒരു 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 സ്റ്റാറ്റസിലേക്ക് അവൻ കടന്നു പോകും. വേറൊന്നും അവൻ ചിന്തിക്കത്തില്ല. ചില സമയത്ത് ചില കഷ്ടതകളിലൂടെയൊക്കെ ആൾക്കാർ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും അവരെ കാണാൻ പോലും പോകാറില്ല. അപ്പോൾ വിചാരിക്കും, ഹേയ് ഈ പാസ്റ്റർ എന്ന പരിപാടി, ഒരാൾ രോഗമായിട്ടും മറ്റു പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പാസ്റ്റർ ഒന്ന് വിളിക്കാട്ടെ, ഒന്ന് കാണാട്ടെ, ചെയ്തില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും ചിലപ്പോൾ. മിക്കവാറുമൊക്കെ ഞാൻ പോകും എൻ്റെ സ്വഭാവം അനുസരിച്ച്. എങ്കിൽ തന്നെയും ചില സമയത്ത് ദൈവാത്മാവ് ഇങ്ങനെയും സംസാരിക്കാറുണ്ട്. ഇപ്പം മിണ്ടണ്ട, ഇപ്പം അവരവിടെ നിൽക്കട്ടെ. എന്താണെന്നറിയോ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പാസ്റ്റാന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിളമ്പാൻ തുടങ്ങും. അത് അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനെ അത് ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? സ്തോത്രം. ഇവർ ടെസ്റ്റിമണി പറഞ്ഞോന്ന് എനിക്ക്, ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. സുമ എത്രത്തോളം പ്രയാസത്തിലൂടെയും കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകും. പിന്നെ സുമ അധികം വിളിക്കത്തില്ല. പക്ഷെ പിന്നെ അങ്ങനെയല്ല, പാസ്റ്ററെ ഇനി എന്നാ ചെയ്യും പാസ്റ്ററെ, അപ്പം തന്നെ വിളിക്കും. അപ്പം ഞാൻ അവനോട് പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ, എടാ ഒന്നും ചെയ്യാനില്ല, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ സമയത്ത് മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റിനേക്കാൾ നമുക്ക് വേണ്ട എന്താണ്? വി ആർ ഗോയിങ് ടു ദ റെഫ്യൂജ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അഭയം അവിടെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ, അവിടുന്ന് ഒരു ശബ്ദം നമുക്ക് കേട്ടാൽ ഭയങ്കര പ്രോമിസും ഭയങ്കര ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? സങ്കീർത്തനം 46 പെട്ടെന്ന് നിർത്താം, 46 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 46 1-2 വാക്യങ്ങൾ, അതുപോലെ 57 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആരാ അടുത്ത തുണ എന്ന് പറയുന്നത്? സ്തോത്രം. നമ്മൾ വിശ്വാസികളും നമ്മൾ പാസ്റ്റർമാരും എല്ലാം അടുത്ത തുണ തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തുണ അനുഭവിക്കാൻ തുടങ്ങിയാൽ മറ്റൊരു കാര്യവും നമ്മളെ ബാധിക്കാനിരിക്കുന്നില്ല. സ്തോത്രം. ഇതവൻ്റെ പ്രോമിസാണ്, അവൻ്റെ വാഗ്ദാനമാണ്. അവൻ്റെ പ്രസൻസിലേക്ക്, അവൻ്റെ ആ സാന്നിധ്യത്തിലേക്ക് നമുക്കൊന്ന് ഊളി ഇട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ പല പ്രാരാബ്ധങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരവും ആൻസറും ഒക്കെ അവൻ തരും. സ്തോത്രം. അതിന്ന് വരെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. സ്തോത്രം. 57 1-2 എന്താണ് പറയുന്നത്? സങ്കീർത്തനം 57 1-2. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നുവോളം ഞാൻ നിന്റെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ നിഴലിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ ചിറകിൻ്റെ അടിയിലേക്ക് പോകുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണരായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. സദൃശ്യവാക്യം 3-ാം അധ്യായം 5-6 വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക. ശ്രദ്ധിക്കുക, പൂർണ്ണ ഹൃദയം, 100%, നോട്ട് 99%. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. നമ്മൾ ചെയ്യാറുണ്ടോ ഇത്? ഒരു വിശ്വാസി എന്ന അടിസ്ഥാനത്തിൽ, ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ സ്വന്തം വിവേകത്തിലാണോ ഊന്നാറ് കൂടുതൽ, അതോ കർത്താവിൻ്റെ വഴിയിൽ നടക്കാനായിട്ടുള്ള ഒരു വാഞ്ചയാണോ നമുക്ക് ഉള്ളത്? ഇന്ന് രാവിലെ സമയം ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, ഞാൻ വിശ്വാസത്തിൻ്റെ വഴികളിൽ പോകുന്നവനാണെങ്കിൽ, ദൈവം എന്നോട് സംസാരിച്ച ഈ വചനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് പകരുവാനൊന്ന് ആഗ്രഹിച്ചാണ്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.
ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് താഴ്ത്താം. കർത്താവ്, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വിശ്വാസത്തിൻ്റെ വഴിയിൽ ഞാനൊരു പ്രബലനാണെന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോഴും കർത്താവ്, പലപ്പോഴും ഞാൻ പരാജയപ്പെടാറുണ്ട്. എത്ര പേര് പരാജയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രയാസം അനുഭവിച്ച, വളരെ ദുഃഖം അനുഭവിച്ച, ഹൃദയത്തിൻ്റെ വേദനകൾ അനുഭവിച്ച ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെയും ആശ്രയിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തിലുള്ള പൂർണ്ണ മനസ്സോടെയുള്ള ആശ്രയത്തെ നിങ്ങൾ കളയരുത്. അവൻ്റെ അടുത്തേക്കൊന്ന് ഓടിച്ചില്ല. അവൻ്റെ അടുത്തേക്കൊന്ന് ഓടിച്ചെന്നിട്ട്, കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ കർത്താവേ. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനമെടുക്കാൻ, ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ കരുതാൻ, ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ പ്രബലനാക്കുവാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ കഷ്ടതയും പ്രയാസവും എനിക്ക് സഹനത്തെ തരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ക്യാരക്ടറിൽ, എൻ്റെ സ്വഭാവത്തിൽ ഒരു രൂപീകരണം വരുത്തുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൂടെ എൻ്റെ പ്രത്യാശ, നിന്നിലുള്ള പ്രത്യാശ വർദ്ധിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, എനിക്ക് നിന്നെക്കുറിച്ചും നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും നിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ചും അറിയുവാൻ ഇനിയും ആഗ്രഹമുണ്ട് കർത്താവേ. നിൻ്റെ പരിജ്ഞാനത്തിൽ എന്നെ നീ നടത്തണമേ. സ്തോത്രം. നിന്റെ പരിജ്ഞാനത്തിലൂടെ എന്നെ നീ നടത്തണമേ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, എന്നെ മറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, എന്നെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, ഹല്ലേലൂയ, തന്നെ മാറോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമേശുവേ. സർവനന്മകൾക്കും Bless you, Father. Thank you, Jesus. What a wonderful God you are, Lord. Oh Lord, we bless you, Jesus. എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ, എന്നെ നടത്തിയ വഴികൾ